യുദ്ധം അവസാനിക്കുകയാണ്. സമാധാന കരാറിൽ ഡിജിറ്റൽ ഒപ്പിട്ട അമേരിക്കയും ഇറാനും സമാധാനം വരുന്നു അല്ലെങ്കിൽ കരാറാകുന്നു എന്നതിന്റെ സൂചനകൾ നൽകി. ഔദ്യോഗികമായി കരാർ ഒപ്പിടുന്നത് വെള്ളിയാഴ്ചയാണ്. മേഖലയിൽ താൽക്കാലിക ആശ്വാസമായെങ്കിലും സമാധാനത്തിന്റെ ആയുസ് എത്ര എന്നതിൽ വലിയ അനിശ്ചിതത്വം ഇപ്പോഴുമുണ്ട്. കരാർ തങ്ങൾക്ക് ബാധകമല്ല എന്ന ഇസ്രയേൽ നിലപാടും ഇസ്രയേൽ ആക്രമിച്ചാൽ അത് കരാർ ലംഘനമായി കാണുമെന്ന ഇറാന്റെ നിലപാടും ഒപ്പം ഇറാൻ കരാർ ലംഘിച്ചാൽ ട്രംപ് ആക്രമണം പുനരാരംഭിക്കുമെന്ന JD വാൻസിന്റെ മുന്നറിയിപ്പുമെല്ലാം എത്ര സങ്കീർണമാണ് സാഹചര്യം എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ആശ്വസിക്കുന്ന സമാധാനത്തിന് ആയുസ് എത്ര എന്നൊരു ചോദ്യം പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സാഹചര്യം എന്നതാണ് നമ്മൾ നോക്കുന്നത്. US-നായി പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനു വേണ്ടി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫുമാണ് ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള താൽക്കാലിക ധാരണാപത്രത്തിൽ വെർച്വലായി ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോഴും ഇസ്രയേലിന്റെ പ്രതികരണം വന്നിരുന്നില്ല. ഇന്നലെ നമ്മൾ നേരം വൈകുന്നേരത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. നെതന്യാഹു കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് ട്രംപ് ഇന്നലെ വിശേഷിപ്പിച്ചത്. ഈ കരാർ സാധ്യമാക്കിയതിന് നെതന്യാഹു അമേരിക്കയോട് അതീവ നന്ദിയുള്ളവനായിരിക്കണമെന്നും ഇറാന്റെ പക്കൽ ഒരു ആണവായുധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യം 2 മണിക്കൂർ പോലും നിലനിൽക്കില്ലായിരുന്നു എന്നുമൊക്കെ ട്രംപ് പറഞ്ഞു. അമേരിക്കയാണ് ഇങ്ങനെ ഇസ്രയേലിനെ കാത്തു രക്ഷിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇസ്രയേലിന്റെ നിലപാട് വരുന്നു. നെതന്യാഹു വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ആ നെതന്യാഹുവിന്റെ നിലപാട് തന്നെയാണ് ഈ സമാധാന കരാറിന് മേലിങ്ങനെ ഭീഷണിയായി നിലനിൽക്കുന്നത്. എന്താണ് നെതന്യാഹു പറഞ്ഞതെന്ന് നോക്കാം. മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം വന്ന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം വരുന്നത്. പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. കരാർ ട്രംപിന്റെ തീരുമാനമാണെന്നും ഇസ്രയേലിന് തങ്ങളുടേതായ താൽപര്യങ്ങളുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞു. അത് ട്രംപിനുള്ള മറുപടി കൂടിയായിരുന്നു. താനും ട്രംപും എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിപ്രായമുള്ളവരല്ല എന്നാണ് വാർത്താസമ്മേളനത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയത്. മികച്ച കുടുംബങ്ങളിൽ പോലും ഇത്തരം വിയോജിപ്പുകൾ സ്വാഭാവികമാണ് എന്ന് കൂട്ടിച്ചേർത്തു. അതായത് വാക്കുകളിൽ അല്പം കരുതലൊക്കെ നെതന്യാഹു നടത്തിയിരുന്നു. കുടുംബങ്ങളിൽ പോലുമില്ല, ഏറ്റവും അടുത്ത ബന്ധുക്കൾ തമ്മിൽ പോലും അത്തരം സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടാകുമല്ലോ എന്ന കാര്യമാണ് നെതന്യാഹു സൂചിപ്പിച്ചത്. പ്രസിഡന്റ് ട്രംപും ഞാനും എപ്പോഴും ഒരേ കണ്ണാടിയിലൂടെ അല്ല കാര്യങ്ങളെ കാണുന്നത്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റാണ്, ഞാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുമാണ് എന്ന് നെതന്യാഹു പറയുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്. കരാറുണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രയേലിന്റെ സുരക്ഷയെ അത് ബാധിക്കില്ല എന്നതാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. കരാറുണ്ടായാലും ഇല്ലെങ്കിലും ഇറാന് ആണവായുധം കൈവശം വെക്കാൻ സാധിക്കില്ല എന്നൊരു സംശയത്തിനുമിടയില്ലാതെ നെതന്യാഹു പറയുകയാണ്. താൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അത് അനുവദിക്കില്ല എന്ന് നെതന്യാഹു പറയുന്നു. പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നും രാജ്യം പ്രതിരോധിക്കാൻ എപ്പോഴും സജ്ജമായിരിക്കുമെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. തെക്കൻ ലെബനൻ, ഗസ, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും നിലവിൽ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എത്ര നാൾ ആവശ്യമാണോ അത്രയും കാലം സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ തുടരുമെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. അതായത് ഈ സമാധാന കരാറിൽ പറഞ്ഞിരിക്കുന്ന പല നിർദ്ദേശങ്ങൾക്കും എതിരാണ് നെതന്യാഹുവിന്റെ ഈ നിലപാട്. അമേരിക്ക ഈ സമാധാന കരാറിന് വേണ്ടി നിലപാട് കടുപ്പിക്കുമ്പോൾ പലപ്പോഴും ഇസ്രയേൽ അതിന്റെ ഭാഗമായിരുന്നില്ല. മാത്രവുമല്ല, ആ സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നീണ്ട് 4 മാസം വരെ പോയ യുദ്ധമാണ് ഒരു സമാധാന കരാറിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് ഈ അമേരിക്കയ്ക്കൊപ്പം ഈ യുദ്ധം തുടങ്ങിവെച്ച ഇസ്രയേൽ പറയുന്നത്. തങ്ങൾ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് പറയുന്നത്, ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്, മാത്രവുമല്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യവുമല്ല എന്ന് പറയുന്നു. ഇതേ സമയം നേരത്തെ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് ഇറാനും നിലകൊള്ളുന്നത്. ലബനൻ സമാധാന കരാറിന്റെ ഭാഗമാണ് എന്നതാണ് ഇറാന്റെ എപ്പോഴത്തെയും നിലപാട്. ഇപ്പോഴത്തെ കരാറിന്റെയും ഭാഗമാണ് ലബനൻ എന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. ഇസ്രയേൽ ലബനനെ ആക്രമിക്കുകയോ ലബനനിലെ അധീന പ്രദേശങ്ങളിൽ തുടർന്നും സൈനിക സാന്നിധ്യം നിലനിർത്തുകയോ ചെയ്താൽ അത് അമേരിക്കയുമായുള്ള ഇടക്കാല കരാറിന്റെ ലംഘനമായി കണക്കാക്കും എന്നതാണ്
ഇസ്രയേലിന് മറുപടിയായി ഇറാൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ഇറാനിലെ മാത്രം ചർച്ചകൾ എന്നത് ഇറാൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ലെബനൻ കൂടി ഇതിന്റെ ഭാഗമാകണമെന്ന് പറഞ്ഞിരുന്നു. തെക്കൻ ലെബനൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോഴും തെക്കൻ ലെബനനിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്മാറില്ല എന്നത് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ള നിലപാടാണ്. പക്ഷേ അത് സമാധാന കരാറിന്റെ ഭാഗമെന്ന നിലപാടിൽ ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ കരാറിന്റെ ഭാവി എന്ത് എന്നത് ഈ നിലപാടുകളിൽ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവിടെ ട്രംപിന്റെ നിലപാട് എന്താണെന്ന് കൂടി നമുക്ക് നോക്കണം. ലെബനനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതുണ്ട് എന്നതാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറയുന്നത്. താനില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേൽ ഉണ്ടായിരിക്കില്ല എന്നത് ട്രംപ് ആവർത്തിക്കുന്നു. അവിടെയും താൻ ചെയ്തത് ചെയ്യാൻ മറ്റൊരു പ്രസിഡന്റും തയ്യാറായിരുന്നില്ല. ഇസ്രയേൽ ലെബനൻ ആക്രമിച്ചാലും കരാർ നിലനിൽക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി ട്രംപ് പങ്കുവെക്കുകയാണ്. അത് താൻ ഒരു ചെറിയ യുദ്ധമായിട്ടാണ് കാണുന്നത്. ഇറാനാണ് വലിയ വിഷയം. പക്ഷേ അവിടെ എപ്പോഴും തലപൊക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതാണ് ഹിസ്ബുള്ള എന്നത് ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ഈ ലെബനനിൽ ഒരുപക്ഷെ ഇസ്രയേൽ തുടർന്നും ആക്രമണം നടത്തിയേക്കാം. എങ്കിൽ പോലും ഇപ്പോഴത്തെ കരാർ നിലനിൽക്കും എന്നൊരു പ്രതീക്ഷയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇറാൻ പറയുന്നു ലെബനൻ ഈ കരാറിന്റെ ഭാഗമാണെന്ന്. ആ ഒരു ഉറപ്പ് നൽകാൻ അമേരിക്കയ്ക്ക് പോലും ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. അപ്പോൾ ഈ കരാറിന്റെ ഭാവി എന്താണ് എന്നൊരു ചോദ്യം ലെബനനുമായി ബന്ധപ്പെട്ടും നിൽക്കുകയാണ്. അതേ ഘട്ടത്തിൽ തന്നെയാണ് മുന്നറിയിപ്പുമായി JD വാൻസ് കൂടി രംഗത്ത് വരുന്നത്. ഈ കരാർ ഒപ്പിട്ടതിലെ ഒരു വ്യക്തിയാണ് JD വാൻസ്. ഈ സമാധാന ചർച്ചകളിലെ ഒരു പ്രധാന വ്യക്തിയുമായിരുന്നു JD വാൻസ്. JD വാൻസ് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കിയാൽ, അമേരിക്കയുമായി പുതുതായി പ്രഖ്യാപിച്ച കരാറിലെ ബാധ്യതകൾ പാലിക്കാൻ ഇറാൻ പരാജയപ്പെട്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും സൈനിക ആക്രമണം ആരംഭിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മേഖലയിലെ സ്ഥിരതയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവം കാരണം ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതാണ് JD വാൻസ് ചൂണ്ടിക്കാട്ടിയത്. ഇറാൻ വാക്ക് പാലിക്കാത്ത പക്ഷം കരാറിന്റെ ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല. എല്ലാ ശക്തമായ നിലപാടുകളും അമേരിക്ക സ്വീകരിക്കും. അതായത് വീണ്ടും ബോംബാക്രമണം നടത്തുകയോ ഉപരോധം പുനഃസ്ഥാപിക്കുകയോ ചെയ്യാൻ മടിക്കില്ല എന്നൊരു മുന്നറിയിപ്പാണ് JD വാൻസ് നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറന്നുവെക്കാനുമുള്ള കരാറിന്റെ ഭാഗമായി ഇറാനിലേക്ക് ഒരു ഫണ്ടും കൈമാറിയിട്ടില്ല എന്നുകൂടി JD വാൻസ് പറയുന്നു. ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ ഇറാൻ സ്വീകരിക്കാവുന്ന രീതിയിൽ സ്വീകരിച്ചാൽ മാത്രമേ സാമ്പത്തിക ഇളവുകൾ ലഭിക്കുകയുള്ളൂ എന്നതുകൂടിയാണ് JD വാൻസ് പറയുന്നത്. അപ്പോൾ ഫണ്ടിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം ഉണ്ട് എന്നതാണ് JD വാൻസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സമാധാന കരാറിലേക്ക് പോകുമ്പോൾ ഇറാന് ലഭിക്കുന്ന ഫണ്ട് അതിലൊരു പ്രധാന ഘടകമായിരുന്നു. ഇറാൻ അത്തരമൊരാവശ്യം പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചതാണ്. അമേരിക്ക ഇത്തവണ അതിന് വഴങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ സമാധാന കരാർ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രധാന കാരണം. അവിടെയാണ് JD വാൻസിന്റെ വാക്കുകൾ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകിയ പ്രസ്താവനയിൽ ഇറാന് വേണ്ടിയുള്ള ഒരു വലിയ പുനർനിർമ്മാണ ഫണ്ടിന്റെ സൂചനയുണ്ടായിരുന്നു. കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ പാലിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെയുള്ള $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട് അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വാൻസ് CBSന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഈ റിപ്പോർട്ടുകൾ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തി. ആണവായുധങ്ങൾ ഒരിക്കലും നിർമ്മിക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാൻ അമേരിക്ക $300 ദശലക്ഷം നൽകുന്നുവെന്ന വാർത്ത വ്യാജമാണെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ കുറിച്ചത്. ഡെമോക്രാറ്റുകൾ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചാരണമാണ് ഇതെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട്. നേരത്തെ $100 മില്യൺ ഇറാന് അമേരിക്ക നൽകുമെന്നായിരുന്നു റിപ്പോർട്ടെങ്കിൽ ഇപ്പോൾ $300 ബില്യൺ ഫണ്ടിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് വാർത്തകളിൽ നിറയുന്നത്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകളിലെ അന്തിമ ധാരണകൾ ഇതിൽ ഉണ്ടാകും. അതായത് അന്തിമ ധാരണകൾ പിന്നീടേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച കരാർ ഒപ്പിടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ട്രംപും പറയുന്നു. അതിന് പിന്നാലെയാണ് JD വാൻസും ഒരു ഫണ്ടും കൈമാറിയിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട് അതിലൊരു അനിശ്ചിതത്വമുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് നൽകുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറുമോ? അങ്ങനെയാണെങ്കിൽ ഈ കരാർ സാധ്യമാകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെയും ഈ സമാധാന കരാറിന്റെ കരടായിരിക്കുന്നു. ആദ്യഘട്ടം ഒപ്പിട്ടിരിക്കുന്നു.
അതിന്റെ ഔദ്യോഗികമായ ഒപ്പിടൽ വെള്ളിയാഴ്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അനിശ്ചിതത്വം ഉയർത്തുന്നത് ഈ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഒപ്പിടും വരെ ആ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയ്ക്കും എണ്ണ വിപണിക്കും ആശങ്കയായിരുന്ന 107 ദിനം നീണ്ട യുദ്ധത്തിനാണ് ഒടുവിൽ അന്ത്യമാകുന്നത്. ഹോർമുസ് തുറന്നത് ഉൾപ്പെടെ വലിയ ആശ്വാസം അത് ലോകരാഷ്ട്രങ്ങൾക്ക് സൃഷ്ടിക്കുമ്പോഴും ഇത് എത്രമാത്രം ശാശ്വതമാകുമെന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇറാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ 90% അംഗങ്ങളും കരാറിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പക്ഷത്തെ തീവ്ര നിലപാടുകാർ എന്നാൽ അസ്വസ്ഥരാണ്. ഇസ്രയേൽ മെരുകുന്നില്ല എന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോഴും കരാറിന്റെ പൂർണ്ണ രൂപം എന്ത് എന്നത് ലഭ്യമല്ല. അമേരിക്ക തന്നെ ഉണ്ട്, പുനരുദ്ധാരണത്തിനായി ഒരു ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം വരുത്തുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കരാറിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഔദ്യോഗികമാക്കിയ ശേഷം ഇത് പുറത്തുവിടും എന്നതാണ് ട്രംപ് പറയുന്നത്. അതായത് വെള്ളിയാഴ്ച കരാർ ഒപ്പിട്ടതിന് ശേഷം പുറത്തുവിടുമെന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരുപക്ഷെ ചർച്ചകൾ നടക്കാനും വിലപേശൽ നടക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ കരാർ ലംഘനം ഉണ്ടായാൽ ഏത് നിമിഷവും ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാകുമെന്ന ഒരു ഭീഷണി കൂടി JD വാൻസ് നൽകുമ്പോൾ ഈ വെള്ളിയാഴ്ച വരെയുള്ള സമയം വളരെ നിർണായകമാണ്. കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് ഉറപ്പിക്കേണ്ടത് വളരെ നിർണായകമാണ്. അതിനുശേഷവും ആശങ്ക ഒഴിയില്ല. കാരണം ഇസ്രയേൽ ഇതിന്റെ ഒന്നും ഭാഗമല്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അതൊരു ഭീഷണിയായി തന്നെ തുടരുന്നു എന്നതാണ് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.